നെന്മാറ MLA കെ ബാബു അളവശ്ശേരി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷത്തെ മണ്ഡലത്തിലെ വികസനം വോട്ടായി മാറുമെന്നും തന്നേക്കാൾ ഭൂരിപക്ഷം കെ പ്രേമന് ലഭിക്കുമെന്നും ബാബു പറഞ്ഞു. ഇത് ജനാധിപത്യ ഉത്സവമാണ്. കേരളത്തിലെ വോട്ട് അവകാശമുള്ള മുഴുവൻ പൗരന്മാരും ആ പ്രക്രിയയിൽ ഭാഗവക്കാവണം. അവരവർക്ക് അനുവദിച്ചിട്ടുള്ള ID കാർഡ് ഉപയോഗപ്പെടുത്തി അവരവർക്ക് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം ആദ്യം അഭ്യർത്ഥിക്കുക. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരാൻ പോകുക. നെന്മാറ മണ്ഡലം എന്ന നിലയിലേക്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2 തെരഞ്ഞെടുപ്പുകളിലായി സഖാവ് ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ സഖാവ് ചെന്താമരേട്ടനും പിന്നീട് 2 തെരഞ്ഞെടുപ്പുകളിലായി ഞാനും ഇപ്പോൾ സഖാവ് പ്രേമനുമാണ് മത്സരിക്കുന്നത്. ഒരു സംശയം വേണ്ട, എന്നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിൽ നിന്നും സഖാവ് പ്രേമൻ വിജയിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന്, ജനങ്ങൾക്കറിയാം ആരാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ആരാണ് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ആ പ്രക്രിയയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും LDF വരും.